ഇപ്പൊ കുറച്ച് ആൾക്കാർ മരിച്ചാൽ ഖുർആൻ ഓതാൻ പാടില്ല അല്ലേ? മരിച്ചോടത്ത് ഓത്തില്ലാത്ത ചില വീട് ഇവിടെ ഉണ്ടാവും. മരിച്ചാൽ എന്തോ ഓതാൻ പാടില്ല? ഖുർആൻ ഓതാൻ പാടില്ല. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഇവരൊക്കെ മരിച്ചു എന്ന് കേട്ടാ നമ്മളിനി എന്താ ചെയ്യാ? നമ്മളിപ്പോ ഒരാൾ മരണ വാർത്ത കേട്ടു, നമ്മളെന്താ ചെയ്യല്? നമ്മൾ ഈ സഭയിൽ ഇപ്പൊ ഒരാൾ വന്നിട്ട് പറയാണ് നമ്മൾ ഇന്ന ആള് മരണപ്പെട്ടു കഴിഞ്ഞു, അത് കേൾക്കുന്നതോടുകൂടെ നമ്മളൊക്കെ എന്ത് ചെയ്യും? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് ഖുർആനാണോ അല്ലേ? അത് ഖുർആനാണോ അല്ലേ? ഒരു മുജാഹിദ് മരിച്ചു എന്ന് കേട്ടാ ഇന്നാ ലില്ലാഹി എല്ലാം പറ്റുമോ? എന്തേ ഖുർആൻ ഓതാൻ പറ്റൂല? നമ്മൾ വിഷയങ്ങൾ പഠിക്കണോ അല്ലേ? ഒരു മുജാഹിദ് മരിച്ചു എന്ന് കേട്ടാ ഇന്നാ ലില്ലാഹി എന്ന് ചെല്ലാൻ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ട്? മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റുമോ? പറ്റൂല. നമ്മൾ മയ്യത്ത് അവസാനായിട്ട് ഭൂമിയിൽ നിന്ന് മറയാണ്. അപ്പൊ നമ്മൾ ഒരു പിടി മണ്ണ് വാരിയിട്ട് കബറിലേക്ക് ഇടാൻ എന്താ പറയല്? മിൻഹാ ഖലഖനാക്കും. ഖുർആനാണോ അല്ലേ? അപ്പൊ ഇവർക്കൊരു പിടി മണ്ണ് വാരിട്ടാ മിൻഹാ ഖലഖനാക്കും ഓതാൻ പറ്റുമോ? പറ്റുമോ? അപ്പൊ പിന്നെ ഇവരൊക്കെ മരിച്ചു എന്ന് കേട്ടാ നമ്മൾ ഇനി എന്താ പറയാ? അൽഹംദുലില്ലാ എന്ന് പറയാനും പറ്റൂല, കാരണം ദിക്റും ചെല്ലാൻ പറ്റൂല. പാർട്ടി മാറുമ്പോഴൊക്കെ നോക്കണം. ഇത് കൃഷി മാറി ചെയ്യല്ല, ഇത് കച്ചവടം മാറ്റി വേറെ കച്ചവടം തുടങ്ങല്ല. ഇത് അള്ളാന്റെ ദീനാണ്, അതിനൊരു അടിത്തറയാണ്. ആദ്യം അള്ളാന്നുള്ളടത്ത് ഉറപ്പിച്ച് നിൽക്കണം. അതാണ് ഔലിയാക്കളെ മദതും ഔലിയാക്കളെ കറാമത്തും സഹായമൊക്കെ.